ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. വരും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 8 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇത് വിറകടുപ്പിന് മുകളിൽ വെച്ച് നന്നായി ചൂടാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റൗവിൽ കാണിച്ചൊന്ന് പൊള്ളിച്ചെടുക്കാം. മുളകിൻ്റെ ഞെട്ടി കളഞ്ഞ ശേഷം ഇത് മുറിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്മന്തി അമ്മിയിൽ അരച്ചെടുക്കാം കേട്ടോ. അമ്മിയിൽ അരയ്ക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ ആരും അമ്മിയിലൊന്നും അരയ്ക്കാൻ മെനക്കെടാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ തന്നെ കാണിച്ചത്. അതാകുമ്പോൾ എല്ലാവർക്കും കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ. ഇനി ഇതിലോട്ട് ഒരു 4-5 കറിവേപ്പിലയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. കല്ലുപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ചമ്മന്തി അരയ്ക്കുമ്പോൾ ഓരോന്നിനും ഓരോ പരുവായതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് അരയ്ക്കുന്നതാണ് നല്ലത്. നന്നായി അരഞ്ഞ് കിട്ടിയ ശേഷം ഇതിലോട്ട് കുറച്ച് ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി അരച്ചെടുക്കാം. പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ചെമ്മീനാണ് കേട്ടോ ഇത്. ഇതിലോട്ടിന് 4-5 ചെറിയ ഉള്ളിയും ഒരു 3/4 ഭാഗം പച്ചമാങ്ങ മുറിച്ചതും ചേർത്ത് കൊടുക്കാം. നന്നായി മൂത്ത പച്ചമാങ്ങയാണ്. കൂടി ചേർത്തിട്ട് നന്നായി ഒന്നുകൂടി അരച്ചെടുക്കാം. പച്ചമാങ്ങയും ഉണക്കച്ചെമ്മീനും ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ ചമ്മന്തിക്ക് നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/2 മുറി തേങ്ങ ചിരക്കിയത് കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഈ ചമ്മന്തിയിലോട്ട് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി പാകത്തിന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അരിയരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ തന്നെ മതിയാകും. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചോറിനും കഞ്ഞിക്കൊന്നും കൂട്ടാനില്ലാത്ത സമയത്ത് ഇങ്ങനെയൊരു ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ അത് മാത്രം മതിയാകും. നല്ല റേഷൻ അരി ചോറും ഈ ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നോ. കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും. ഒരു പാത്രം ചോറ് കാലിയാവുന്നത് അറിയില്ല. കൂടെ കുറച്ച് മോരോ തൈരോ കൂടി ഉണ്ടെങ്കിൽ കുശാലായി. നിങ്ങൾക്ക് വേണ്ട മുളകിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം കേട്ടോ. എല്ലാവരും ഇനി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുമല്ലോ. ശേഷം ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ ചാനലിൽ അപ്ലോഡ് ചെയ്ത മറ്റ് വീഡിയോകളും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്